ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ പലഹാരമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള നെയ്യപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്യപ്പം ഇഷ്ടമാണെങ്കിൽ അത് വീട്ടിലുണ്ടാക്കാൻ പലർക്കും മടിയാണ്. അത് ശരിയാവോ ഇല്ലയോ എന്നുള്ളൊരു പേടി കാരണം പലരും അത് വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. അതുപോലെ തന്നെ സോഫ്റ്റ് ആകുമോ എന്ന ഒരു സംശയമുണ്ട് പലർക്കും. എന്നാൽ നല്ല സോഫ്റ്റ് ആയതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതുമായ നെയ്യപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഏകദേശം ഒരു 5-6 മണിക്കൂർ കുതിർത്ത പച്ചരിയാണ്. ഞാനിപ്പോൾ ഒരു 2 ഗ്ലാസ് അരിക്കുള്ള നെയ്യപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന ഇഡ്ഡലി റൈസാണ്. ഇതിന് പകരം നല്ല ഇനം ഏത് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ അരി ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി വാരി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര വേണം. ഞാനിവിടെ ഒരു 3 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 300 ഗ്രാമോളം വരും ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഈ ശർക്കര ഇപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിനി ഒരു നൂൽ പരുവോ അങ്ങനെയൊന്നും ആകേണ്ട കാര്യമില്ല. ഇതിപ്പോൾ കണ്ടോ, കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെക്കണം. ഈ ശർക്കരപ്പാനി ചേർത്താണ് ഈ പച്ചരി അരച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് തണുക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അതിൽ സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. അതിന് പകരം ഇവിടെ പപ്പടം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ചേർക്കുന്നത്. പപ്പടം ചേർത്ത് നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും. ഞാൻ ഈ 2 ഗ്ലാസ് പച്ചരിക്ക് ഒരു 3 പപ്പടമാണ് ചേർക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. പപ്പടം വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. പിന്നെ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. ഇതിന് 2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഏകദേശം 400 ഗ്രാമോളം പച്ചരി വരും. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതിന് മിക്സിയിലോട്ട് നേരിട്ട് ഇട്ട് കൊടുത്താലും മതി. പക്ഷെ അത് കുതിരാനുള്ള വെള്ളം അതിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഈ കഴുകി വാരി വെച്ചിരിക്കുന്ന പച്ചരി ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ശർക്കരപ്പാനി ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഏലക്കയുടെ തരി മാത്രമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരം ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി. അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആ തണുത്ത ശർക്കരപ്പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു 2 ബാച്ചായിട്ടാണ് അരി അരച്ചെടുക്കുന്നത്. പിന്നെ ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല. ശർക്കരയ്ക്ക് ചെറിയ ഉപ്പുണ്ട്. അതുപോലെ തന്നെ ഈ പപ്പടത്തിനും ഉപ്പുണ്ടല്ലോ, അതുകൊണ്ട് ഉപ്പൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതല്പം തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ. തീരെ ഫൈൻ പേസ്റ്റായിട്ടല്ല നെയ്യപ്പത്തിന് നമ്മൾ അരച്ചെടുക്കാറ്. ഈ അരച്ചെടുത്തതിന് ഈ പാത്രത്തിലേക്ക് ഒഴിക്കാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. പിന്നെ ഇതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം ആട്ടമാവ് ചേർത്താലും മതി. ഇനി ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നെയ്യപ്പം ഒന്ന് സോഫ്റ്റായും കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതുകൊണ്ട് ഈ ഒരു പരുവത്തിലായിരിക്കണം നെയ്യപ്പത്തിനുള്ള മാവ് ഇരിക്കേണ്ടത്. ഒത്തിരി കട്ടിയാവുകയും ചെയ്യരുത്, അതുപോലെ തീരെ ലൂസായി പോവുകയും ചെയ്യരുത്. ഇനി ഇത് ഞാനൊരു 4 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കുകയാണ്. അതിനുശേഷം മാത്രമേ ഉള്ളൂ നെയ്യപ്പം ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പാത്രം ഒന്ന് തുറന്നു നോക്കാം. നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ മാവ് ചിലപ്പോൾ ഒന്ന് കുറുകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണ്. പിന്നെ ഈ നെയ്യപ്പത്തിലോട്ട് ഞാൻ കുറച്ച് തേങ്ങ നെയ്യിലൊന്ന് വറുത്ത് ചേർക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഈ പാനിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് തേങ്ങ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഉള്ളു ഈ തേങ്ങ. അത്രത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒത്തിരി തേങ്ങയുടെ ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് ഇനി ഒന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എണ്ണ നന്നായിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓരോന്നായിട്ട് ഒഴിച്ച് ഈ നെയ്യപ്പം ഒന്ന് ചുട്ടെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകാൻ എപ്പോഴും ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ നെയ്യപ്പം അതിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി വരത്തുള്ളൂ. പിന്നെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. അല്ലെങ്കിൽ നെയ്യപ്പം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അതിൻ്റെ ഉള്ളൊന്നും അങ്ങനെ വേഗത്തുമില്ല.
പിന്നെ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ കറക്റ്റായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് അത് നെയ്യപ്പം ഇങ്ങനെ പൊട്ടിയിട്ട് അതിൽ നിന്ന് മാവെല്ലാം വെളിയിലോട്ട് ഇങ്ങനെ ചാടി വരും. പിന്നെ അതുപോലെ തന്നെ നെയ്യപ്പം അങ്ങോട്ട് മാവ് ഒഴിച്ച ഉടനെ ഇത് മറിച്ചിടരുത്. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ ഒന്ന് മറിച്ചിടാവുള്ളൂ. പിന്നെ നെയ്യപ്പത്തിൻ്റെ മുകളിലോട്ട് എണ്ണ ഇങ്ങനെ ഈ തവി ഉപയോഗിച്ച് കോരി ഒഴിച്ചുകൊണ്ടിരിക്കണം. എങ്കിലേ ഉള്ള അകമൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ എടുക്കാറായിട്ടുണ്ട്. ഇനി ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ബാക്കിയുള്ള നെയ്യപ്പം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. എണ്ണയുടെ ചൂടൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ബാറ്റർ ഒഴിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊങ്ങി വരത്തുള്ളൂ മാവ്. ഈ നെയ്യപ്പത്തിൻ്റെ അകഭാഗം നല്ല സോഫ്റ്റാണ്. നെയ്യപ്പം മാത്രമല്ല ഉണ്ണിയപ്പം ഇതുപോലെ പപ്പടം ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക തന്നെ ചെയ്യും. പിന്നെ നെയ്യപ്പമൊക്കെ മൂത്ത് വരാൻ കുറച്ച് സമയമെടുക്കും. ഈ 2 ഗ്ലാസ് അരി കൊണ്ട് ഏകദേശം ഒരു 10-12 നെയ്യപ്പം ഉണ്ടാക്കാൻ പറ്റും ഈ വലിപ്പത്തിലുള്ളത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നെയ്യപ്പം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.